everyone, welcome back to Nisha Tales. But Grace's birthday is September 5th. So Grace's birthday is decorations decoration. So, decoration video the theme is peach color, golden color, rose gold color. So, in this version, Grace is color blue. Blue is so blue is a decoration. This decoration is a balloon. But വളരെ ചെറിയ സമയത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഡെക്കറേഷൻ അതാട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് കണ്ടോ. പിന്നെ ഗ്രേസിന് വേറൊരു എർത്ത് കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എർത്ത് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ കേക്ക് ഓൾറെഡി കട്ട് ചെയ്തു. പിന്നെ ഈ കേക്ക് എങ്ങനെയാണ് കേക്ക് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതെന്നും ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ഞാൻ വേറൊരു വീഡിയോ ഇടാട്ടോ. അപ്പോൾ ഈ ഡെക്കറേഷൻസ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ പ്രാവശ്യത്തെ ഡിസൈനിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ബലൂണിന്റെ ക്ലസ്റ്റർ ഉണ്ടാക്കാം. അപ്പോൾ ബലൂൺ ക്ലസ്റ്റർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാം. ആദ്യം തന്നെ 2 ബലൂൺ വീർപ്പിക്കാം. കണ്ടോ ഇങ്ങനെ. അപ്പൊ ഇത് ഫുള്ള് വീർപ്പിക്കണ്ട. ഈ ഷേപ്പ് കണ്ടോ, നമുക്ക് റൗണ്ട് ഷേപ്പാണ് വേണ്ടത്. ഇതിൽ കുറച്ച് എയർ കളഞ്ഞിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കുറച്ച് എയർ കളയാം. അപ്പൊ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ഷേപ്പ്. ഇതിലും കൂടുതലാണ്. അപ്പൊ ഞാൻ കളയാണ്. കണ്ടോ, ഇപ്പൊ ഒരു റൗണ്ട് ആയില്ലേ. നമുക്ക് ഇത് രണ്ടും തമ്മിൽ ടൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് ട്രൈ ചെയ്യാനായിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഇവിടെ ഈ അറ്റം കണ്ടോ, ഇത് രണ്ടും കൂടി കെട്ടി. ഇനി ഇതുപോലെ ഒരെണ്ണം കൂടി ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഞാൻ 2 എണ്ണം ട്രൈ ചെയ്തിട്ടുള്ള 4 ബലൂൺസ് ആയി. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ സെന്ററിൽ വെക്കുക. എന്നിട്ട് ഈ ബലൂൺ എടുത്ത് ഇപ്പുറത്തേക്ക് ട്വിസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ബലൂൺ എടുത്ത് ഇപ്പുറത്തേക്ക് ട്വിസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റ്. ഇനി അത് വിട്ടുപോകില്ല. അങ്ങനത്തെ കുറെ എണ്ണം ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ട്രൈ ചെയ്ത് പിടിപ്പിക്കാൻ ചെയ്യും. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ബലൂണിന്റെ ബേസ് ആയിട്ട് ഫുൾ വൈറ്റ് കൊടുത്തിട്ട് പിന്നെ അതിൽ കുറച്ച് നമുക്ക് ചെറിയ ബ്ലൂ ചെറിയ ബലൂൺസ് അതിലേക്ക് ആഡ് ചെയ്യും. അതാണ് പ്ലാൻ. ഇനി ആ ക്ലസ്റ്റർ ബലൂൺസ് ഇല്ലേ, 4 എണ്ണം വെച്ചിട്ട് ടൈ ചെയ്ത ബലൂൺസ് നമ്മള് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് നമ്മളിപ്പോ ഒരു ബേസ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല. കണ്ടോ, ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ടാണ്. അതിന് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഫിഷ് സ്ട്രിങ് വെച്ചിട്ടാണ്. ശരിക്കും ഈ ടൈംപീസ് ഒക്കെ പോലത്തെ സാധനം. അപ്പൊ എന്റെ അടുത്തില്ല, ഞാനൊരു കോട്ടൺ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ടൈ ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലത്തെ കോട്ടൺ ത്രെഡ് ഉപയോഗിച്ചിട്ട് ടൈ ചെയ്യാണ്. അപ്പൊ ഗ്രേസ് ഒരു 4 എണ്ണം എടുത്തിട്ട് വന്നേ. 1, 2, 3, 4 കണ്ടോ. അപ്പൊ നമ്മളിത് ഇപ്പൊ ഈ ബേസിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇത് 2 എണ്ണം തമ്മിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ത്രെഡ് എടുത്തിട്ട് അടിയിലത്തെ ഇതിന്റെ ഉള്ളിൽ കൂടെ നെക്സ്റ്റ് ബലൂൺ കണ്ടോ. അപ്പൊ നന്നായിട്ട് ടൈ ചെയ്തിട്ട് ഒന്ന് ബെൽറ്റ് വെച്ച് കൊടുക്കാം. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും balloon
നമുക്ക് എത്ര ഹൈറ്റിലാണ് വേണ്ടത് അത്രയും ഹൈറ്റിൽ നമുക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോകാം. കുറച്ച് പാടുണ്ട്, കുറച്ച് ടൈം എടുക്കും. But still, best time. Everything is blowing, so we think there will not be enough, but we will pump more balloons. For small details in the white art, we will be adding small, like lemon dot blue balloons. They are not pumped yet. We'll pump them. We will pump them. അപ്പൊ ഒരെണ്ണം ഞാൻ ഇതുപോലെ ബിൽഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഒരു വലിയൊരു ഒരെണ്ണം ഇതുപോലെ ടൈ ചെയ്ത് ബിൽഡ് ചെയ്തു. അപ്പൊ നമുക്ക് അത് ഒരു അറ്റത്തായിട്ട് വയ്ക്കാം. ഇനി ഇത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെയില് തറച്ചിട്ടുണ്ട്. അപ്പൊ ആ നെയിലിലേക്ക് നമുക്ക് ത്രെഡ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് മുറുക്കി കൊടുക്കാം. വിൻഡോൻ്റെ സൈഡെങ്ങാനും ആണെങ്കിൽ അത് വിൻഡോയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ എളുപ്പം. ഞാൻ ഈ ബലൂൺ ഗാർലൻഡ് ഈ ഫ്ലോർ ലാമ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങാനും വിട്ടുപോയാലോ എന്ന് പേടിച്ചിട്ടാണ്. ഇപ്പം നല്ല ബലത്തിലാണ് ഇരിക്കുന്നത്. ഇനി ഇതെന്തായാലും വിട്ടുപോകില്ല. ഇനി ഇതുപോലെ തന്നെ നമുക്ക് 2-3 ഗാർലൻഡ്സ് കൂടി ഉണ്ടാക്കിയിട്ട് ഇത് തമ്മിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബലൂൺ വാളായിട്ട് മാറും. ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഗാർലൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയല്ല കേട്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഉപയോഗിച്ചത്. അതിന് വേണ്ടിയിട്ട് ബലൂൺ ഗാർലൻഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ട്രിങ് കിട്ടും. ആ സ്ട്രിങ്ങിലേക്ക് ബലൂൺ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ഞാൻ ഇതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് തോന്നുന്നു 2 മെത്തേഡും കൂടി കമ്പയർ ചെയ്യുമ്പോൾ അതാണ് കുറച്ചും കൂടി ഈസിയും എളുപ്പവും. പക്ഷേ കുറച്ച് ഭംഗി കൂടുതൽ, ഈ ഗാർലൻഡിന് കുറച്ചും കൂടി കൺസിസ്റ്റൻസി കൂടുതൽ ഈ മെത്തേഡിനാണ്. ഞാൻ ഒന്നുകൂടെ ഈ ക്ലസ്റ്റർ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കണം എങ്ങനെയാണെന്ന് കാണിക്കാം. ഇപ്പോൾ ഒരു ക്ലസ്റ്റർ ഞാൻ എടുത്തു, അതിൻ്റെ ഉള്ളിൽ കൂടെ സ്ട്രിങ് എടുത്തു. ഇനി അതിൻ്റെ മീതെ വേറൊരു ക്ലസ്റ്റർ വെച്ചു. അപ്പോൾ ആ ക്ലസ്റ്റർ വെക്കുമ്പോൾ ശ്രദ്ധിച്ചോ, 2 ബലൂണിൻ്റെ ഇടയിലാണ് മുകളിലുള്ള ബലൂൺ വരുന്നത്. അങ്ങനെ വെച്ചിട്ട് പിന്നെ അടിയിലത്തെ ബലൂണും താഴത്തെ ബലൂണും തമ്മിൽ അറ്റാച്ച് ചെയ്യുക, ടൈ ചെയ്യുക. പിന്നെ വീണ്ടും അടിയിലത്തെ മുകളിലത്തെ തമ്മിൽ അറ്റാച്ച് ചെയ്യുക, ടൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ 4 ബലൂൺസും തമ്മിൽ ടൈ ചെയ്ത് കൊടുക്കണം. എപ്പോഴും നമ്മൾ സെയിം കളർ ത്രെഡോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ത്രെഡോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ ത്രെഡ് പുറത്തേക്ക് കാണിക്കും. ഏറ്റവും നല്ലത് ക്ലസ്റ്റേഴ്സ് തമ്മിൽ ജോയിപ്പിക്കാനായിട്ട് ഫിഷിംഗ് ലൈൻ ത്രെഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും ലേറ്റായി. പിന്നെ ഞാൻ പോയി കിടന്നു. രാവിലെ എണീറ്റിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വൈറ്റ് വെച്ചിട്ട് ഒരു ബേസ് വാൾ ഉണ്ടാക്കി. ഇനി അടുത്തത് നമുക്ക് കുറച്ച് ബ്ലൂ കളർ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇനി സ്ട്രിങ് ഒന്നും വെച്ചിട്ട് നമുക്ക് ടൈ ചെയ്തൊന്നും കൊടുക്കണ്ട. അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബലൂൺ ഡോട്ട്സ് ആണ്. ഗ്ലൂ ഡോട്ട്സ് എന്ന് പറയും. ബലൂൺ ഗ്ലൂ ഡോട്ട്സ് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു ബലൂണിൽ, ഒട്ടിക്കേണ്ട ബലൂണിൽ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം നമ്മുടെ വാളിലേക്ക്, ബലൂൺ വാളിലേക്ക് അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതവിടെ സ്റ്റിക്കായിട്ട് നിന്നോളൂ കേട്ടോ, നന്നായിട്ട് ഇരുന്നോളൂ. 2 വലിയ ബലൂൺ ഞാൻ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അത് രണ്ടും ടോപ്പിലായിട്ട് ഒരു വൈറ്റും ബ്ലൂവും കൊടുത്തു. പിന്നെ പല പല ബലൂണായിട്ട് അവിടെ ഇവിടെയൊക്കെ എവിടെയൊക്കെയാണോ ഗ്യാപ്സൊക്കെ ഉള്ളത് അവിടെയൊക്കെ നമ്മളിത് കൊടുത്ത് ആ വോൾ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ഇവന് ടേബിൾ ഇട്ടിട്ടുണ്ട്. ആ ടേബിളിൽ വൈറ്റ് സാറ്റിൻ ക്ലോത്ത് വിരിച്ചു. പിന്നെ അതിൻ്റെ ടോപ്പിൽ ബ്ലൂ കളർ ക്ലോത്ത്. അപ്പോഴേക്കും ബർത്ത്ഡേ ഗേൾ എണീറ്റ് വന്നു. ഒരു 7 എഴുതിയേക്കുന്ന ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഒരു ക്യാൻഡിലുണ്ട്. ഗ്രേസിൻ്റെ ബർത്ത്ഡേക്ക് എല്ലാ വർഷവും കത്തിക്കുന്ന ഒരു ക്യാൻഡിലാണ്. ഇത് ഒരു ആൻറ്റി ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ഗ്രേസിന് 21 ഇയേഴ്സ് വരെ കത്തിക്കാൻ പറ്റും. 21 ഒന്നുമല്ല, ഇപ്പം തന്നെ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറേ കാലം എല്ലാ ബർത്ത്ഡേക്കും കത്തിക്കാൻ പറ്റുന്ന ഒരു ക്യാൻഡിലാണിത്. അത് വെച്ചു. പിന്നെ ഗ്രേസ് ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ബോർഡുണ്ട്, അതിലെഴുതി. പിന്നെ ഞങ്ങൾ ചെയ്തത് കേക്ക് ഉണ്ടാക്കി. അപ്പോൾ ഗ്രേസ് പറഞ്ഞിരുന്നത് എർത്ത് കേക്ക് ഉണ്ടാക്കണം എന്നാണ്. അപ്പോൾ അതും രാവിലെ തന്നെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തത്. അപ്പോൾ ആ കേക്ക് ഉണ്ടാക്കി. അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് ആയിട്ട് ഇടാം കേട്ടോ. പിന്നെ ഒരു ബ്ലൂ കളർ ഡ്രസ്സാണ് ഗ്രേസിന് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഓൾ സെറ്റ്.
എല്ലാവർക്കും ഗ്രേസിന്റെ ബർത്ത്ഡേ റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.